ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്ന് നിന്ന് അധികാര സ്ഥാനങ്ങൾ പുൽകാം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആലോചിച്ച് നോക്കേണ്ട കാര്യം കാന്തമാലിനെ പോലെ, ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെ, അതായത് ഏറ്റവും അവസാനം ജബൽപൂരിലെ പോലെ ആക്രമിക്കപ്പെടുന്ന ഒന്നുണ്ട്. 3 വയസ്സുള്ള കുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്ത് തലക്കടിച്ച് കൊല്ലുമ്പോൾ ബിൽക്കിസ് ബാനു റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞിനെ തലയടിച്ച് തകർക്കുന്നത്. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചു വന്ന ഒരാളായിരുന്നുവെന്നും കേവലമായ മതവിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സംഘപരിവാരം, ഹിന്ദുത്വ രാഷ്ട്രീയം കൊന്നുകളഞ്ഞതാണ് അതിക്രൂരമായിട്ടെന്നും അവരുടെ ഉള്ളിലെ ആശയവും അവരുടെ പദ്ധതിയും ക്രിസ്ത്യൻ മത സമുദായത്തോടുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പുതിയ തലമുറ 99-ലെ ആ സംഭവം ഓർത്തു വെക്കണം. നമ്മൾ പറയില്ല, ഗോദ്ര സംഭവത്തെ എമ്പുരാൻ സിനിമ വീണ്ടും ഓർമ്മിപ്പിച്ചു, പുതിയ തലമുറയ്ക്ക് അതേക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ലെന്ന്. ആ നിലയ്ക്ക് എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം, അതിന്റെ രക്തം പുരണ്ട വഴികൾ ഏതൊക്കെയാണ്, ഇപ്പോഴും അത് കാത്തിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവങ്ങൾ ഓർമ്മയിലുണ്ടാവും നല്ലതാണ്. ഗ്രഹാം സ്റ്റെയിൻസ് പറഞ്ഞ മനുഷ്യൻ ഇവിടെ വന്ന് എന്താ ചെയ്തത്? അയാൾ ദരിദ്രരായ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ്, കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതല്ലാതെ വേറെ ചെയ്തില്ല. അയാൾ അതിന്റെ മറവിൽ എന്ന് വെച്ചാൽ അയാൾ കുഷ്ഠരോഗം നിവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ അതിൽ നിന്ന് ആശ്വാസം കിട്ടിയ മനുഷ്യരുണ്ടല്ലോ, അവർ ഇയാളുടെ മതത്തിൽ ആകൃഷ്ടരാകുന്നു. അതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഇയാൾക്കെതിരെയുള്ള കുറ്റപത്രം. ഇയാൾ ആദിവാസികളെ സഹായിക്കുന്നു, അവർക്ക് അരിയും ചോറും കൊടുക്കുന്നു, അവർ ഇയാളുടെ മതത്തിൽ ആകൃഷ്ടരാകുന്നു. ഈ പ്രശ്നമാണ് എല്ലാ കാലത്തും ഇത്തരം മിഷണറിമാർക്കെതിരെ ഉയർത്തിയിട്ടുള്ള ഒന്ന്. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അതിന്റെ പേരിൽ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ കിടന്നുറങ്ങുകയാണ്. 6 വയസ്സുള്ള കുഞ്ഞ്, 10 വയസ്സുള്ള കുഞ്ഞ്, അവരെ ജീവനോടെ ചുട്ടുകരിച്ചു കൊന്നു. അയാളുടെ ഭാര്യയുണ്ട് ഗ്ലാഡിസ് സ്റ്റെയിൻസിംഗ്, അവർ ഈ കുറ്റവാളികൾക്കെല്ലാം മാപ്പ് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇന്ത്യയിലെ കുഷ്ഠരോഗികളായ മനുഷ്യർ, പട്ടിണിപ്പാവങ്ങളായ ആദിവാസികൾ, അവർക്ക് വേണ്ടി ഞാൻ ഇനിയും പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ തുടർന്ന് കാണാൻ ഭാര്യയെ. അപ്പൊ അവരുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് അത്രയും കമ്മിറ്റ്മെന്റ് എന്തിനോടുണ്ടായിരുന്നു, അവർ ചെയ്യുന്ന മേഖലയിലുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ തുടർന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് അവർക്ക് നീതി കൊടുക്കുന്നതിന് പകരം ചെയ്തത് എന്താണ്? അതിൽ പങ്കാളിത്തം ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്നതിന്റെ ഏറ്റവും കിൻപിന്നെന്ന് ആരോപിക്കപ്പെടുന്ന ആൾ 1999 നടന്ന സംഭവം 2019 BJP ചേരുന്നു, 2009 അയാൾ BJP ചേരുന്നു, 2019 അയാൾ മിനിസ്ട്രിയിൽ വരുന്നു, അയാൾ ആഘോഷിക്കപ്പെടുന്നു. നമുക്ക് ഇപ്പൊ ഈ ദാരാസിംഗിന്റെ കാര്യം പറഞ്ഞു. ദാരാസിംഗാണ് പ്രധാന പ്രതി, ജയിലിൽ കിടക്കുകയാണ് ജീവപര്യന്തം. ഈ ദാരാസിംഗിന് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതാന്ത്യം വരെ അയാളെ ജയിലിലിട്ട് കൊല്ലാൻ പാടില്ല, അയാളെ ഇറക്കി വിടണം, 14 വർഷം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് സമരം നടത്തിയ ആളുകളുടെ നേതാവായി പ്രഭാഷണത്തിൽ പങ്കെടുത്ത ആളാണ് ഇപ്പോഴത്തെ അവിടുത്തെ മോഹൻ ചരൺ ഭാജി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. അപ്പൊ അയാൾ അധികാരത്തിൽ വന്നു കഴിയുമ്പോഴാണ് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാവുന്നത്. നിഷ്ഠൂരമായി 2-3 പേരെ ചുട്ടുകൊന്ന ഒരു കേസിലെ വിദ്വേഷ കുറ്റവാളിയെ 14 വർഷം കഴിഞ്ഞില്ലേ ഇനിയും അയാളെ പീഡിപ്പിക്കണോ? ജയിലിന് മുന്നിൽ സമരം നടത്തി. ഈ സുദർശൻ ടിവിയുടെ ആളുകളൊക്കെ കാണാൻ വേണ്ടി പോയപ്പോൾ പോലീസ് പെർമിറ്റ് ചെയ്തില്ല. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്നത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ എന്താണ് ഇവർക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്ന ആശയത്തോടുള്ള കടപ്പാട്, കുഞ്ഞുങ്ങളെ ചുട്ടുകൊല്ലുന്നതിനുള്ള കടപ്പാട് എന്താണ്? ഇവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഈ സാരംഗി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ആയാൽ അദ്ദേഹം സൈക്കിളിൽ സഞ്ചരിക്കൂ, വളരെ ലളിതമായ ജീവിതം അനുഷ്ഠിച്ചു വരുന്ന ആളാണ്, വലിയ തോതിലുള്ള പണമോഹമൊന്നുമില്ലാത്ത ആളാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള സംഘപരിവാർ ഹാൻഡിൽസ് അല്ല, അദ്ദേഹത്തെക്കുറിച്ചുള്ള സെലിബ്രേഷൻസ് അതാണ്. ശരിയാണ്, അയാൾ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ട് അയാൾ സ്വപ്നം കാണുന്നത് അറിയാമോ? മറ്റുള്ള മുഴുവൻ, ഞങ്ങളുടെ മതത്തിന് പുറത്ത് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും കൊന്നു തള്ളുക എന്ന ധർമ്മത്തിനാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അത് കേവലമായ അദ്ദേഹത്തിന്റെ മറ്റ് ജീവിതാർഭാടമൊന്നുമല്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ലളിതമായി ജീവിക്കുന്നത് പോലെ, സൈക്കിളിൽ സഞ്ചരിക്കുന്നത് പോലെ, പശുവിനെ വളർത്തുന്നത് പോലെ കുഞ്ഞുങ്ങളെ കൊല്ലുക, അപ്പുറത്തെ മതത്തിലെ ആളുകളെ കൊല്ലുക, ചുട്ടരിച്ചു കൊല്ലുക, അത് ധർമ്മമാണ് എന്ന് വിചാരിക്കുന്നവർ. അങ്ങനെ വിചാരിക്കുന്നവരാണ് ആ ധർമ്മത്തിൽ എന്താണ് പറയുന്നത് ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ആളുകളെ വിളിച്ച് ആദരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് 3 വയസ്സുള്ള കുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്ത് തലക്കടിച്ച് കൊല്ലുമ്പോൾ ബിൽക്കിസ് ബാനു റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞിനെ തലയടിച്ച് തകർക്കുന്നത്. അവരുടെ കുടുംബത്തിലെ 7 പേരെ വെട്ടിയും കുത്തിയും കൊന്നു, എന്നിട്ട് ഇട്ടിട്ട് പോയി കളഞ്ഞാണ്. അത് ചെയ്തു കൂട്ടിയ ആളുകൾ അവരുടെ വീരവാദങ്ങൾ വന്ന് TV-യിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ബാബു ബജരംഗിയെ കുറിച്ച് ഓർക്കണം. 95 പേരെ കൊന്ന നരോദ പാട്ടിയ കേസിലെ പ്രധാന ആസൂത്രകനാണ്. ഇനിയും കൊല്ലും, എനിക്ക് നിങ്ങൾ വധശിക്ഷ തരൂ, എന്നിട്ട് വധശിക്ഷയ്ക്ക് മുമ്പ് 1 മണിക്കൂറിനെ ഇറക്കി വിട്ടാൽ ഇനിയും ഞാൻ ആളുകളെ കൊല്ലാം എന്ന് പറഞ്ഞ ആളാണ്. ഇതൊക്കെ ധർമ്മമാണ്. ശത്രുവിന്റെ കുഞ്ഞിനെ തല തകർത്ത് കൊല്ലുന്നത്, അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നത്, അവരുടെ സ്വത്ത് കൊള്ളയടിക്കുന്നത്, അവരുടെ അപരാധവും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അത് നമുക്ക് ചെയ്യാനുള്ള റൈറ്റ് ആണെന്ന് വിചാരിക്കുന്ന ആളുകൾ അത് ചെയ്ത ആളുകളെ വിളിച്ചിറക്കി അവർക്ക് കാവിഷാളണിയിക്കും, അവർക്ക് ലഡു കൊടുക്കും, അവരെ ആദരിക്കും, അവർക്ക് പുതിയ പുതിയ പദവികൾ കൊടുത്ത് അവരെ റിവാർഡ് ചെയ്യും. അത് സ്വാഭാവികമാണ്. കാന്തമാലിനെ കുറിച്ച് ആലോചിച്ച് നോക്കണം. ഒഡീഷ എന്ന് പറഞ്ഞ അതേ സംസ്ഥാനത്താണ് ഉണ്ടായത്. ഒരു കന്യാസ്ത്രീയെ റേപ്പ് ചെയ്ത് നഗ്നയാക്കി റോഡിലൂടെ നടത്തി പോലീസ് നോക്കിയിരുന്നു. 600 പേരെങ്കിലും കൊന്നു, 600 ഗ്രാമങ്ങളെങ്കിലും കൊള്ളയടിച്ചു, എത്രയോ ഭവനങ്ങൾ അഗ്നിക്കിരയാക്കി. ഇപ്പോ ഹിന്ദുമതത്തിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എത്രയോ മനുഷ്യരെ കൊന്നു. കാന്തമാലിലെ സംഭവം നമുക്ക് അത് മറന്നുപോകാൻ പാടില്ലാത്ത എപ്പിസോഡാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്ന് നിന്ന് അധികാര സ്ഥാനങ്ങൾ പുൽകാം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആലോചിച്ച് നോക്കേണ്ട കാര്യം കാന്തമാലിനെ പോലെ, ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെ, അതായത് ഏറ്റവും അവസാനം ജബൽപൂരിലെ പോലെ ആക്രമിക്കപ്പെടുന്ന ഒന്നുണ്ട്. അവരാക്രമിക്കുന്ന സഭയും വിശ്വാസവും അത് പെന്തക്കോസ്തുകാരനാണോ, സുറിയാനി ക്രിസ്ത്യാനിയാണോ, ജാക്കോബൈറ്റ് ആണോ നോക്കിയിട്ടല്ല. അവരാക്രമിക്കപ്പെടുന്നത് മാതാവിന്റെ രൂപത്തെയാണ്, അവരാക്രമിക്കുന്നത് ക്രിസ്തുവിന്റെ സിംബലായിട്ടുള്ള കുരിശിനെയാണ്. കാരണം അവർക്ക് അതാണ് ശത്രു.
ഇവിടെയുള്ള ആളുകൾ ഞങ്ങളുടെ സഭയെല്ലാം ആക്രമിക്കപ്പെടുന്നത് എന്ന് വിചാരിക്കും. അത് ഏതോ ലോക്കൽ ക്രിസ്ത്യാനികളായിരിക്കും ആക്രമിക്കുന്നുണ്ടാവുക, പെന്തക്കോസ്തുകാരായിരിക്കും ആക്രമിക്കുന്നുണ്ടാവുക. പള്ളിയുടെ മുമ്പിൽ പോയി തോന്നിയാസം കാണിച്ചാൽ തല്ലിയിട്ടുന്ന് പി സി ജോർജ് പറയുന്നത് ഞങ്ങൾ അപ്പർ ക്ലാസ് ക്രിസ്ത്യാനികളല്ല അവർ ആക്രമിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയല്ല, അവർക്ക് എല്ലാവരും ക്രിസ്ത്യാനികളാണ്. ഗോൾവൽക്കർ പറഞ്ഞിട്ടുണ്ട്, വിദേശ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരകരായി ഇവിടെ തുടരുന്ന കാലത്തോളം അവർ ഈ മണ്ണിന്റെ ശത്രുക്കളാണ്. അത് അവസാനിപ്പിക്കാതെ അവർക്ക് ഈ മണ്ണിന്റെ സംസ്കാരമായിട്ട് ചേരാൻ പറ്റില്ല. അവരെ ശത്രുക്കളായിട്ടേ പരിഗണിക്കാൻ കഴിയൂ. എന്നിട്ടാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞത്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗത്തെ അതിന്റെ പ്രത്യയശാസ്ത്രത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. ഗോൾവൽക്കർ എഴുതി വെച്ചിരുന്ന ആ വാചകം വായിച്ച് അതിൽ ഉന്മത്തരായ, അതിൽ പ്രചോദിതരായ മനുഷ്യരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യയിലെ തെരുവുകൾ ഭരിക്കുന്നത്. എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവണം. അതുകൊണ്ട് ഈ പദ്ധതിക്കകത്ത് ഞങ്ങൾ മാത്രം മാറ്റി നിർത്തപ്പെടും, ഞങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ആരെങ്കിലും വൃഥാ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നൈമിഷിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അങ്ങനെ വിചാരിക്കാൻ നിഷ്കളങ്കരെ അവർ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ വലിയ ആപത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ പറയുന്ന സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലിയ കാന്തമാൽ നമ്മുടെ ചരിത്രത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രഹാം സ്റ്റെയിൻസ് ചരിത്രത്തിലുണ്ട്. അത് ആവർത്തിക്കാൻ അവർക്കൊരു മടിയുമില്ല. അതിന്റെ സൂചനകൾ അവർ നിരന്തരമായി തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന കാര്യം മാത്രം ഓർത്താൽ മതി. അതുകൊണ്ട് അതിലേറ്റവും പ്രധാന കാര്യം ഇതാണ്, ഗോൾവൽക്കറുടെ പുസ്തകം മറച്ചു വെച്ചിട്ട് നമ്മളോരും എല്ലാം സെറ്റാണ് എന്ന് ആരെയും പഠിപ്പിക്കാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.